ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഡലിയാണ്. അപ്പോൾ അതിക്ക് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങനെ പാടത്തേക്ക് പോയി. അന്ന് ഞാൻ ഏലം കാണിച്ചെന്നത്, ആ ഏലം ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണത് കുഴിച്ചിട്ടിട്ട് പൂത്തിക്കുന്നത്. ഞാനും ഏലം ആദ്യമായിട്ടാട്ടോ ഉണ്ടാകുന്നത് കാണുന്നത്. അങ്ങനെ ആ ഏലം പൂത്ത് കായ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൂവാണത്, വെള്ള കളറുള്ള പൂവാണ് കേട്ടത്. പിന്നെ അതാ നമ്മൾ റംബുട്ടാൻ അന്ന് പൂത്തതല്ലേ കാണിച്ചെന്നുള്ളൂ, ഇതാ കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ട് അങ്ങനെ 2-3 ഉണ്ടായി, കൊഴിഞ്ഞു പോയിട്ടോ, തിന്നാനൊന്നും കിട്ടിയില്ല. അപ്പോൾ പ്രാവശ്യം പൂത്തമാരിക്ക് കായ് ഉണ്ടായിട്ടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം കായ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അത് പറിച്ചിട്ട് നമ്മൾ തിന്നുമ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ അടുക്കളയിൽ വന്ന് കുടിച്ചാലുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ട് മാങ്ങി വെച്ചിട്ട് ഞാൻ അരിക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴുകിയെടുക്കട്ടെ. ഈ പാത്രം കഴുകിയെടുക്കുമ്പോഴത്തേനും നമ്മൾ അരിക്ക് വെച്ച വെള്ളം തിളച്ച് വരും. അപ്പോൾ അതിൽ അരിയും കഴുകിയിടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ ഈ ഡൈമ ലൈഫ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒക്കെ ഞാൻ ഓരോ തിരക്ക് കൂടെയും അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർമ്മ വെച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേനും ഞങ്ങൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അരിക്ക് കുറച്ച് തിളച്ച വെള്ളം പാർന്നിട്ടോ ഞാൻ കഴുകിയെടുക്കൽ. അപ്പം ഞാൻ എന്നും ഇങ്ങനെ കേട്ടോ ചെയ്യൽ, തിളച്ച വെള്ളം ആദ്യം പാർന്നിട്ട് ഞാനിങ്ങനെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ആറ്റിയിരിക്കല കേട്ടോ. അല്ലെങ്കിൽ കൈ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങനെ കേട്ടോ. റേഷൻ അരിയാണ്, എന്നാലും അത്യാവശ്യം പ്രാവശ്യം കിട്ടിയ അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ അടിച്ചോരി തുടക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചോറ് വേവും കേട്ടോ. അടിച്ചോരി വരുമ്പോഴത്തേനും ചോറ് വെന്ത് ഇട്ടട്ടെ. പിന്നെ ഞാൻ റൂമിൽ നിന്നൊക്കെ പുതപ്പും വിരിപ്പൊക്കെ മടക്കി വെച്ച് അതൊക്കെ 3 റൂമെത്തി ഒതുക്കി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അങ്ങനെ അടിച്ചോരി എടുക്കുകയാണ് കേട്ടോ. അടിച്ചു വാരലും പാത്രം കഴുകലും തുടക്കലും കഴിഞ്ഞാലും നമ്മളെ പകുതി പണി ഒരുങ്ങി കേട്ടോ. പിന്നെ കറി വെക്കലും ചോറ് വെക്കലൊക്കെ സാവധാനം ചെയ്താലും മതി. അങ്ങനെ അതാ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ചോറ് വെന്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചക്കക്കുരു കേട്ടോ വെച്ചിരിക്കുന്നത്, അതും അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ തുടക്കാൻ പോയിട്ടോ. ഇതിൽ മാങ്ങയും ഒക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. മാങ്ങ ഇടണമെന്ന് വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനതാ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്, ഇന്നലത്തെ മീൻ കറിയുണ്ട്, ചക്കക്കുരു കറിയുണ്ട് മാങ്ങയൊക്കെ ഇട്ടിട്ട്. പിന്നെ അതാ നമ്മളെ മാങ്ങച്ചാറുണ്ട്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ടും കാണാം.